ഹലോ എവ്രിവൺ, എല്ലാവർക്കും വേദാന്തു മലയാളം ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ MVSATന്റെ കാര്യം പറയാനായിട്ടാണ്. MVSAT എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, മെഗാ വേദാന്തു സ്കോളർഷിപ്പ് അഡ്മിഷൻ ടെസ്റ്റ് ആണ്. സോ നിങ്ങൾ ഒരിക്കലും മിസ്സാക്കാൻ പാടില്ലാത്തൊരു ചാൻസ് ആയതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ എപ്പോഴും വന്നിട്ട് ഈ MVSATന്റെ കാര്യം പറയുന്നത്. എന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ നിങ്ങളുടെ എൻവയോൺമെന്റിൽ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്തിരുന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സമയത്ത് ഒരു എക്സാം, അതും ഒരു സ്കോളർഷിപ്പ് എക്സാം നിങ്ങൾ എഴുതുക. അത് വിൻ ചെയ്യുമ്പോൾ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് റിവാർഡ്സും ഒരുപാട് കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടുക എന്നുള്ളൊരു കാര്യം എപ്പോഴും നമുക്ക് കിട്ടുന്ന ഒരു അവസരമല്ല. സോ നമ്മൾ ആ ഒരു അവസരം ഒരിക്കലും മിസ്സാക്കി കളയരുത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ദിസ് MVSAT എന്ന് പറയുന്നത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം. നമുക്കിനി കുറച്ച് ദിവസങ്ങളും കൂടെ ഉള്ളൂ എക്സാമിന്. സോ പെട്ടെന്ന് രജിസ്റ്റർ ചെയ്തിട്ട് അടിപൊളിയായിട്ട് എക്സാം എഴുതിയിട്ട് നല്ല റാങ്കൊക്കെ കിട്ടിയിട്ട് നമ്മുടെ വേദാന്തുവിന് ഓൾ ഇന്ത്യ റിസൾട്ടിൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്നുള്ള കുറേ കുട്ടികളും വേണമെന്ന് ഞങ്ങൾക്ക് നല്ല ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ എപ്പോഴും വന്നിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്തോ ഇല്ലെങ്കിൽ ചെയ്യൂ എന്നിങ്ങനെ പറയുന്നത്. സോ ഈ എക്സാമിനെ പറ്റി പറയുകയാണെങ്കിൽ ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും എക്സാം നടക്കുന്നുണ്ട്. ഓഫ്ലൈനായിട്ട് നടക്കുന്നത് ഒരുപാട് സിറ്റീസിലുണ്ട്. അതിലെ സിറ്റീസിൻ്റെ പേര് പറയുമ്പം ചെന്നൈ, കോയമ്പത്തൂർ, മധുരൈ, ട്രിച്ചി, വിശാഖപട്ടണം, ഹൈദരാബാദ്, വിജയവാഡ, ഡൽഹി, ബാംഗ്ലൂർ, പൂനെ, നാഗ്പൂർ, ഔറംഗാബാദ്, പട്യാല ആൻഡ് മുസാഫർപൂരിലാണ് നടക്കുന്നത്. ഇതിൽ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ടെങ്കിലും നമുക്ക് നമ്മുടെ കേരളത്തിൽ ഒരു സെൻറ്റർ ഇല്ലാത്തതുകൊണ്ടാണ് കേരള സ്റ്റുഡൻസിനായിട്ട് ഓൺലൈനായിട്ടാണ് എക്സാം നടക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഇതിലേതെങ്കിലും കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ഥലം ഉണ്ടെങ്കിൽ ഓഫ്ലൈനായിട്ടും എക്സാം ചൂസ് ചെയ്യാം, നോ പ്രോബ്ലം അറ്റ് ഓൾ. ഓക്കെ, യെസ്. വൈ MVSAT എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു, ഓൾ ഇന്ത്യ ലെവലിലാണ് എക്സാം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റാങ്ക് വരുന്നത് ഓൾ ഇന്ത്യ ലെവലിലുള്ള റാങ്ക് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഏതൊരു കോമ്പറ്റീറ്റീവ് എക്സാമിനെ ആഗ്രഹിക്കുന്ന കുട്ടിയാണെങ്കിലും നിങ്ങൾക്കറിയില്ല നിങ്ങളുടെ കൂടെ മത്സരിക്കാൻ പോകുന്നത് എത്ര ബ്രില്യൻ്റ് ആയിട്ടുള്ള, എത്ര കഴിവുള്ള കുട്ടികളാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയില്ല അല്ലേ. സോ അത് ഇപ്പം തന്നെ നിങ്ങൾക്ക് ഓൾ ഇന്ത്യ ലെവലിൽ ആ കുട്ടികളോടൊക്കെ മത്സരിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു സന്ദർഭമാണ് നമുക്കിപ്പോൾ ഈ MVSATലൂടെ കിട്ടിയിരിക്കുന്നത്. സോ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് പ്ലീസ് ഗിവ് ഇറ്റ് എ ട്രൈ എന്ന് ഞാൻ പറയും. ആൻഡ് എഗെയിൻ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ വേദാന്തുവിൻ്റെ പെയ്ഡ് ക്ലാസ്സസും കാര്യങ്ങളൊക്കെ അപ് ടു 100% നിങ്ങൾക്ക് ഡിസ്കൗണ്ടിൽ പഠിക്കാനായിട്ട് കഴിയും. അനദർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു വലിയൊരു ക്യാച്ചാണ് ഈ ഒരു MVSATന്റെ വൈ MVSAT എന്ന് പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം. ഓക്കെ, ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ സെന്റേഴ്സ് ആയാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എടുക്കാം. നമുക്ക് ഇപ്പം കൂടുതൽ കംഫർട്ടബിൾ ആയിട്ടുള്ള ഓൺലൈൻ ആയിട്ടുള്ള ക്ലാസ്സസ് ആയിരിക്കും നിങ്ങൾക്ക് 100% ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ കിട്ടുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഇനി ടോപ്പ് റാങ്കിങ്ങിൽ ഓഫ്ലൈൻ ആയിട്ട് എക്സാം എഴുതിയിട്ട് ടോപ്പ് റാങ്കിങ്ങിൽ വരുന്ന കുട്ടിക്ക് 5 days നാച്ചുറൽ സ്പേസ് റിസർച്ച് സെൻറ്റർ, നാച്ചുറൽ അല്ല സ്പേസ് റിസർച്ച് സെൻറ്ററിൽ 5 days പ്രോഗ്രാമാണ് നിങ്ങൾക്ക് അവർ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കുക. ഒരു 5 days ടൂർ ഇൻ സ്പേസ് റിസർച്ച് സെൻറ്റർ ആണ് പറയുന്നത്. അത് ഓഫ്ലൈൻ ആയിട്ട് എഴുതിയിട്ട് നല്ല റാങ്ക് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ. പക്ഷേ ഇത് മാത്രമല്ല, എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് റിവാർഡ്സ് ഇനിയും നമുക്കുണ്ട്. സോ ദാറ്റ് ഇൻക്ലൂഡ്സ് ഡ്രോൺസ്, സ്മാർട്ട് വാച്ചസ്, ടെലസ്കോപ്സ് ആൻഡ് മച്ച് മോർ ആർ വെയിറ്റിംഗ് ഫോർ യു ഗൈസ്. സോ എന്തായാലും നിങ്ങൾ ഈ ഒരു MVSAT നിങ്ങൾ ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യാനായിട്ട് നോക്കാം. യെസ്, അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫ്രീ രജിസ്ട്രേഷൻ ആണ്. ഒരു പൈസ പോലും നിങ്ങൾ കൊടുക്കാതെ ഒരു 2 മിനിറ്റിൻ്റെ കാര്യം, നിങ്ങൾ സിസ്റ്റം എടുക്കുന്നു, ആ ഒരു ലിങ്ക് നിങ്ങൾ ഓപ്പൺ ചെയ്യുന്നു, നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സമയത്ത് പോയിട്ട് ആ എക്സാം നിങ്ങൾ കൊടുക്കുന്നു. അത്രയേ ഉള്ളൂ ഈ ഒരു നമ്മുടെ എക്സാമിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. 1 hour ആയിരിക്കും നിങ്ങളുടെ എക്സാം ഉണ്ടായിരിക്കുക. നിങ്ങൾക്ക് 11th and 12th സ്റ്റുഡൻസിന് മാത്രമല്ല, നിങ്ങളുടെ സിസ്റ്റേഴ്സ്, ബ്രദേഴ്സ്, കസിൻസ്, ആരെങ്കിലും അയൽവാസികളോ ആരെങ്കിലുമൊക്കെ 8th to 10th പഠിക്കുന്നുണ്ടെങ്കിൽ അവരോടും നിങ്ങൾ പറയുക, അവർക്കും എക്സാം എഴുതാം. 8th and 9th സ്റ്റുഡൻസ് ആണെങ്കിൽ മാത്തമാറ്റിക്സ്, സയൻസ് ആൻഡ് മെന്റൽ എബിലിറ്റി ആണ്. മാത്സിന് 20 ക്വസ്റ്റ്യൻസും സയൻസ് 25 ക്വസ്റ്റ്യൻസും മെന്റൽ എബിലിറ്റി 5 ക്വസ്റ്റ്യൻസും ആയിരിക്കും ഉണ്ടായിരിക്കുക. 1 hour ടെസ്റ്റ് ആണ്. MCQs ആയിരിക്കും ഉണ്ടായിരിക്കുക, ഡിസ്ക്രിപ്റ്റീവ് അല്ല എക്സാം കൊടുക്കുന്നത്. ഓരോ കറക്റ്റ് ആൻസറിനും നിങ്ങൾക്ക് 4 മാർക്സും നോ നെഗറ്റീവ് മാർക്കിങ്ങും ആണ് എന്നുള്ള കാര്യം കൂടെ പറയുക. ആൻഡ് 1 hour എക്സാം ആയിരിക്കും എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. ഇനി 10th സ്റ്റുഡൻ്റ് ആണെങ്കിലും സെയിം 20 ക്വസ്റ്റ്യൻസ് മാത്സ്, സയൻസ് 25, മെന്റൽ എബിലിറ്റി 5. പക്ഷെ നമുക്ക് മെയിൻ ആയിട്ട് എന്താണ് 11th and 12th നിങ്ങൾ JEE ആസ്പിറൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് 10 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. 1 hour ആയിരിക്കും. 1 hour എന്ന് പറയുമ്പോൾ 30 ക്വസ്റ്റ്യൻസ് ഇൻ 1 hour. ദാറ്റ് മീൻസ് ആവറേജ് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യന് 2 minutes കിട്ടുന്നുണ്ടായിരിക്കും. സോ നിങ്ങളത് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തിട്ട് അടിപൊളിയായിട്ട് എക്സാം കൊടുക്കാനായിട്ട് നോക്കുക. നിങ്ങളുടെ റാങ്ക് ഓൾ ഇന്ത്യ റാങ്ക് വരുമ്പോൾ നിങ്ങൾ അവിടെ മുന്നിൽ ഉണ്ടാവണം എന്ന് ഞങ്ങൾക്ക് നല്ല ആഗ്രഹമുണ്ട്. സോ നിങ്ങൾ എന്തായാലും അതൊന്ന് ട്രൈ ചെയ്യാം കേട്ടോ.
1 hour ആണ് പറഞ്ഞ പോലെ എക്സാം ഉണ്ടായിരിക്കാം. 4 marks ആണ് നിങ്ങൾക്ക്. ശരിയായാൽ നോ നെഗറ്റീവ് മാർക്കിംഗ്. സോ നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾക്ക് അറിയാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബൈ ലക്ക് നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസസും കൂടുതലാണ്. ഏതെങ്കിലുമൊക്കെ ഒന്നും അറിയില്ലെങ്കിലുള്ള കാര്യമായിട്ടോ ഞാൻ പറയുന്നത്. ഒന്നും അറിയാതെ നിങ്ങൾ പോയിട്ട് എക്സാം എഴുതരുത്. നിങ്ങളുടെ 11th and 12th സ്റ്റുഡൻസിനൊക്കെ നിങ്ങളുടെ സിലബസ് 11th and 12th സിലബസ് തന്നെയായിരിക്കും ഓരോന്നിനും നമ്മൾ എടുക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഇനി നീറ്റ് ആസ്പിറൻസ് ആണെങ്കിൽ ഫിസിക്സ് 15 questions, കെമിസ്ട്രി 15 questions ആൻഡ് ബയോളജി 30 questions ആയിരിക്കും ഉണ്ടാവുക. 4 options, 4 marks, നോ നെഗറ്റീവ് മാർക്കിംഗ് ആൻഡ് 1 hour ടെസ്റ്റ്. ഇത് തന്നെയാണ് പാറ്റേൺ വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇത്രയും MVSAT ഷെഡ്യൂൾ എന്ന് പറയുന്നത് ഇത് ഓഫ്ലൈൻ സെന്റേഴ്സിനുള്ളതാണ്. ഇത് നിങ്ങൾ നോക്കണം, നമ്മൾ ഓൺലൈൻ ആയിട്ടാണല്ലോ എഴുതാം. ഓക്കെ, യെസ്. അപ്പം ഓൺലൈനായിട്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്നിട്ട് എഴുതാം. ഞാൻ പറഞ്ഞു ഓഫ്ലൈൻ പഠിക്കുന്ന കുട്ടികൾക്ക് 5 days ട്രിപ്പ് ടു സ്പേസ് റിസർച്ച് സെന്റർ ഉണ്ട്. ഓഫ്ലൈൻ ആയിട്ട് എക്സാം എഴുതുന്ന കുട്ടികൾക്ക് കേട്ടോ. ഗെറ്റ് അഷ്യൂർഡ് സ്കോളർഷിപ്പ് ഓഫ് അപ് ടു 100% വരെ നിങ്ങൾക്ക് ഓൺലൈൻ ആയാലും കിട്ടുന്നതായിരിക്കും. ദെൻ ഡ്രോൺസ്, ടെലിസ്കോപ്പ്, സ്മാർട്ട് വാച്ച് അതുപോലുള്ള ഒരുപാട് റിവാർഡ്സ് നിങ്ങൾക്കുണ്ട്. ദെൻ നിങ്ങൾക്ക് ഒരു ഓൾ ഇന്ത്യ റാങ്ക് ആണ് നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നത്. സോ വാട്ട് ആർ യു ഗൈസ് വെയിറ്റിംഗ് ഫോർ? പ്ലീസ് ഗോ ആൻഡ് രജിസ്റ്റർ ഫോർ ഫ്രീ ഫോർ MVSAT. ഓക്കെ, യെസ്. ആൻഡ് ഇത്രയും വർഷങ്ങളായിട്ട് നമ്മുടെ എന്താ പറയുക JEE 2023 റിസൾട്ട്സ് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം. AR 21, AIR 28, നമ്മുടെ ഓൾ ഇന്ത്യ റാങ്ക് 21 28 ഒക്കെ വേദാന്തുവിൻ്റെ അടുത്ത് തന്നെയായിരുന്നു. സോ ഓവർ 1000 സ്റ്റുഡൻസ് ആണ് നമ്മുടെ JEE അഡ്വാൻസ് ക്ലിയർ ചെയ്തിട്ട് നമ്മുടെ IITസിലേക്ക് പോയിട്ടുള്ളത്. സോ അവരൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ഇതിലൊരാളായിട്ട് നമ്മുടെ MVSAT വഴി നിങ്ങൾ അടിപൊളിയായിട്ട് പഠിച്ചിട്ടൊരു കോളേജിൽ എത്തണം എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഇനി നീറ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിലും 1500+ സ്റ്റുഡൻസ് ആണ് നീറ്റ് ക്ലിയർ ചെയ്ത് നല്ല മെഡിക്കൽ കോളേജസിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ റിസൾട്ട് മാത്രമാണ് കേട്ടോ നമ്മൾ പറയുന്നത്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം, ഓൾ ഇന്ത്യ റാങ്ക് ബിലോ 1000 ആണ് ഇത്രയും കുട്ടികളെ നിങ്ങൾക്ക് കാണുന്നത്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, അടിപൊളിയായിട്ട് പഠിച്ചിട്ട് ഈ ഒരു എന്താ പറയുക MVSAT ക്ലിയർ ചെയ്തിട്ട് വേദാന്തുവിൻ്റെ ഒരു ഭാഗമാകാനായിട്ട് നോക്കുക. എന്തായാലും നിങ്ങളെ നിരാശപ്പെടുത്തില്ല എന്നുള്ളൊരു കാര്യം ഉറപ്പാണ്. സോ ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് പോയിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് MVSATനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. നിങ്ങളുടെ റിസൾട്ടും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഞങ്ങളും നല്ല വെയിറ്റിംഗ് ആണ്. സോ ദാറ്റ്സ് ഇറ്റ് അബൌട്ട് MVSAT. ഓക്കെ, ഇത്രയേ ഉള്ളൂ. പിന്നെ നമുക്ക് വേറെ ടോപ്പിക്കായിട്ട് വേറെ ദിവസം കാണാം. ടിൽ ദെൻ ടാറ്റാ ആൻഡ് ബൈ.